ഹലോ ഫ്രണ്ട്സ്, ദ വോമം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു നൈലോൺ കോഡ് വെച്ച് ഒരു ക്രോഷേ ബ്രൈഡഡ് സ്ട്രാപ്പ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് 4 ചെയിൻ സ്റ്റിച്ച്. ഇനി ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മൾ 5 അൺഫിനിഷ്ഡ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. 1 2 3 4 5 അൺഫിനിഷ്ഡ് ഹാഫ് ഡബിൾ ക്രോഷയും ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനുള്ളിലൂടെയും വലിക്കുക. പിന്നീട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കി 2 എണ്ണത്തിനുള്ളിലൂടെ വലിക്കുക. ഇനി 3 ചെയിൻ സ്റ്റിച്ച്. പിന്നീട് ഈ പാനൽ നേരെ തിരിച്ച് ആദ്യം കൊടുത്തിരിക്കുന്ന 3 ചെയിൻ ഗ്യാപ്പില്ലേ, അതിനകത്തേക്ക് 5 അൺഫിനിഷ്ഡ് ഹാഫ് ഡബിൾ ക്രോഷേ കൊടുക്കണം. വീണ്ടും ആദ്യം ചെയ്ത പോലെ യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനുള്ളിലൂടെയും വലിക്കുക. പിന്നീട് യാൺ ഓവർ ചെയ്ത് ആ ബാക്കി 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. നമുക്ക് എത്ര നീളത്തിലാണോ ഈ ഒരു സ്ട്രാപ്പ് വേണ്ടത് അത്രയും നീളത്തിൽ ഈ സ്റ്റെപ്പ് 2 തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് 3 ചെയിൻ സ്റ്റിച്ച്, പാനൽ നേരെ തിരിച്ച് താഴെയുള്ള 3 ചെയിൻ ഗ്യാപ്പിലോട്ട് 5 അൺഫിനിഷ്ഡ് ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നീട് യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലൂടെയും വലിക്കുക. ഒരു വട്ടം കൂടി യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ളതിലും വലിക്കുക. ഇപ്പോൾ ഇത്രയും നീളത്തിൽ ഞാൻ ഈ സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ പോർഷൻ എത്തുമ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നതിന് പകരം 5 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പിന്നീട് 2 പഫ് സ്റ്റിച്ചുകളുടെ ഇടയിലുള്ള ഈ ഒരു സ്റ്റിച്ച്, ഇതിനകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ട്രാപ്പിൻ്റെ ഈ ഒരു സൈഡ് മുഴുവൻ ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അതായത് 5 ചെയിൻ സ്റ്റിച്ച്, 2 പഫുകൾക്കിടയിലുള്ള ആ ഒരു പോർഷനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇതുപോലെ ഈ സൈഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. പഫുകൾക്കിടയിലുള്ള ഈ ഒരു പോർഷനുകളിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രാപ്പിൻ്റെ എൻഡ് വരെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. എൻഡ് വരെ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. എൻഡിലെത്തിയ ശേഷം വീണ്ടും നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ എതിർവശത്തുള്ള പഫുകൾക്കിടയിലുള്ള സെയിം സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്ട്രാപ്പിൻ്റെ ഈ ഒരു വശത്തും സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് 5 ചെയിൻ സ്റ്റിച്ച്, എന്നിട്ട് പഫുകൾക്കിടയിലുള്ള പോർഷനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. സ്ട്രാപ്പിൻ്റെ എതിർവശത്തും ഞാൻ സെയിം സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അവസാനത്തെ 5 ചെയിൻ സ്റ്റിച്ചും ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം കൊടുത്തിരിക്കുന്ന 5 ചെയിൻ സ്റ്റിച്ചിലെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ടാണ്. അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്ട്രാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. എക്സ്ട്രാ വരുന്ന യാൺ എൻഡ് സ്റ്റിച്ചുകൾക്ക് പിന്നിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ബ്രൈഡഡ് ക്രോഷറ്റ് സ്ട്രാപ്പ് നമുക്ക് ബാഗിന് സ്ട്രാപ്പായിട്ടും കുട്ടികളുടെ ഹെയർ ബാൻഡ് ഡെക്കറേറ്റ് ചെയ്യാനും കുട്ടികളുടെ ഫ്രോക്കിന് ബെൽറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ടിപ്സിനും ട്യൂട്ടോറിയൽസിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദ വോമം, ലെറ്റ് ദ സൂപ്പർ മം ഇൻസൈഡ് യു ഫ്ലൈ ഹൈ.